നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 30 നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്നാണ് ആഗ്രഹം. ഈ ആഗ്രഹം അവർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകളിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിച്ചത്. അതിൽ 15 സീറ്റിൽ അവർ വിജയിക്കുകയും ചെയ്തു. കോൺഗ്രസ് ആകട്ടെ ഏതാണ്ട് 85-ലധികം സീറ്റുകളിൽ മത്സരിച്ചിട്ടും കേവലം 21 സീറ്റുകളിലാണ് വിജയിച്ചത്. അങ്ങനെ നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ട്രൈക്കിംഗ് പവർ ഉണ്ടായിരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ്. ഇത്തവണ മുസ്ലിം ലീഗ് 30 സീറ്റാണ് ചോദിച്ചിരിക്കുന്നത്. 30 സീറ്റിൽ തങ്ങൾ മത്സരിച്ചാൽ 25 സീറ്റിൽ വിജയം അവർ ഉറപ്പു പറയുന്നു. ഇതാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത്. കാരണം അവർക്ക് 30 സീറ്റ് കൊടുക്കണമെങ്കിൽ തൃശ്ശൂരിന് തെക്കോട്ടുള്ള ജില്ലകളിൽ സീറ്റുകൾ നൽകേണ്ടി വരും. തൃശ്ശൂരിന് തെക്കോട്ടുള്ള ജില്ലകളിൽ ഇപ്പോൾ എറണാകുളത്തുള്ള ഒരു സീറ്റും കൊല്ലത്ത് വല്ലപ്പോഴുമൊക്കെ കൊടുക്കുന്ന സീറ്റും മാറ്റി നിർത്തിയാൽ പിന്നെ ഒരു ജില്ലകളിലും മുസ്ലിം ലീഗിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കാറില്ല. എന്നാൽ അവിടെയൊക്കെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും UDF സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യാറുമുണ്ട്. ഇത്തവണ തൃശ്ശൂരിന് തെക്കോട്ട് തിരുവനന്തപുരം വരെ ഏറെക്കുറെ 3-4 ജില്ലകളിൽ തങ്ങൾക്ക് സീറ്റുകൾ വേണമെന്ന ആവശ്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉന്നയിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലും കൊല്ലത്ത് ഇരവിപുരത്തൊക്കെ കൊടുക്കുന്ന സീറ്റല്ലാതെ ഒരു 4 സീറ്റ് കൂടി തങ്ങൾക്ക് എക്സ്ട്രാ വേണം എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം കേട്ടപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ചങ്കിടിച്ചു. കാരണം തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ ലീഗിന് കൂടുതൽ സീറ്റുകൾ നൽകിയാൽ പിന്നെ BJPക്കും CPMനും ആ പ്രദേശങ്ങളിൽ കാര്യമായ പ്രചരണമൊന്നും നടത്തേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. എന്നാൽ ലീഗിന്റെ കണ്ണ് ഇതൊന്നുമല്ല, ലീഗിന്റെ തന്ത്രം ഇതൊന്നുമല്ല. കോൺഗ്രസിന് കഴിഞ്ഞ തവണ ലഭിച്ചത് 21 സീറ്റാണ്. എന്ന് വെച്ചാൽ ലീഗിനേക്കാൾ കഷ്ടിച്ച് 6 സീറ്റ് കൂടുതൽ. ഇത്തവണ UDF ഭരണം പിടിച്ചാലും ലീഗിന്റെയും കോൺഗ്രസിന്റെയും സീറ്റുകൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകാതിരുന്നാൽ മാത്രമേ ലീഗിന് ഒരു സമ്മർദ്ദ ശക്തിയായി മാറാനും 5ാം മന്ത്രിസ്ഥാനമോ 6ാം മന്ത്രിസ്ഥാനമോ ഒക്കെ ചോദിക്കാനും കഴിയുകയുള്ളൂ. ഇത് മനസ്സിലാക്കി തന്ത്രപൂർവ്വമാണ് ലീഗ് നീങ്ങുന്നത്. 30 സീറ്റുകൾ വേണമെന്ന് പറഞ്ഞാൽ 25 സീറ്റിൽ ലീഗ് ജയിക്കുകയും ചെയ്താൽ പിന്നെ കോൺഗ്രസും ലീഗും തമ്മിൽ വലിയ സീറ്റ് വ്യത്യാസം ഉണ്ടാവുകയില്ല എന്നാണ് അവർ കരുതുന്നത്. ഇതാണ് ലീഗിന് വേണ്ടത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് തൃശ്ശൂരിനപ്പുറത്തേക്ക് എറണാകുളത്തല്ലാതെ മറ്റൊരു ജില്ലകളിലും ലീഗിന് സീറ്റ് കൊടുക്കുന്ന കാര്യം കോൺഗ്രസ് ആലോചിക്കാത്തത്. 991 കൊല്ലം ജില്ലയിലെ ഇരവിപുരത്ത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ PKK ബാവ ജയിച്ചതിന് ശേഷം പിന്നെ ഒരാളും ലീഗിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ജയിച്ചിട്ടില്ല. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലും കൊച്ചിയിലും നിന്ന് ഇബ്രാഹിം കുഞ്ഞ് ജയിച്ചതല്ലാതെ. അതുകൊണ്ട് ഇത്തവണ ഈ കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ ലീഗ് സീറ്റ് ചോദിക്കുന്നതിനുള്ള കാരണം കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ 25 സീറ്റിൽ തന്നെ മത്സരിച്ചാൽ മതി, 30 സീറ്റ് വേണ്ട എന്നുള്ള തലത്തിലേക്ക്, അത്തരം നിലപാടിലേക്ക് കോൺഗ്രസ് മാറുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗിന്റെ ഈ 30 സീറ്റ് ആവശ്യം തങ്ങളുടെ കടക്കിൽ കയ്ക്കുന്ന കത്തിയായിരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായി അറിയാം. കാരണം കോട്ടയത്തും പത്തനംതിട്ടയിലുമെല്ലാം UDF സ്ഥാനാർത്ഥികൾ തോൽക്കാൻ ഈ ഒറ്റ കാരണം മതി. ക്രൈസ്തവ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിത്വം, തെക്കൻ ജില്ലകളിലെ ലീഗിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ തിരിച്ചടി, രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള ഭീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെ തൽക്കാലം 25 സീറ്റ് തന്നെ ഇരിക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേരുമ്പോൾ തങ്ങൾക്ക് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന് 30 സീറ്റ് തന്നെ വേണമെന്ന കടുംപിടുത്തം അവർ ഇപ്പോഴും തുടരുകയാണ്.